ബി.ജെ.പി. സംസ്ഥാന മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്ന ഇന്നത്തെ വിഷയം വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചതും PDP LDF-ന് പിന്തുണ പ്രഖ്യാപിച്ചതുമാണ്. എങ്ങനെ കാണും? രണ്ട് മുന്നണികളും വിനാശകരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ആഗോള മതഭീകരവാദ സംഘടനകളുടെ പിന്തുണയിൽ പ്രവർത്തിക്കുന്നവരുമായിട്ട് ഇവിടെ സഖ്യം ചെയ്യുകയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ ഒരു ഭീകരവാദ ബോംബാണ്. ഈ രാജ്യാന്തര ബന്ധങ്ങളുള്ള സംഘടനയാണ്. ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ കലാപങ്ങളുടെയും പിന്നിൽ അവരുടെ ആശയങ്ങളാണ്. മറ്റ് ഒരു ചിന്താഗതിയും ഇവിടെ വേണ്ട. മതരാഷ്ട്രവാദം പരസ്യമായി പറയുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ പിന്തുണയാണ് UDF തേടി. ഈ ആര്യടൻ ഷൗക്കത്ത് എപ്പോഴും പറയുന്നത് ഞാൻ വളരെ സെക്കുലറാണ്, എന്റെ നിലപാട് അങ്ങനെയാണെന്നൊക്കെയാണ്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇത്രയും ഭീകരവാദ ബോംബിന്റെ പിന്തുണ, അത്രയും ഒരു നികൃഷ്ടമായ സംഘടനയുടെ പിന്തുണ അവർ തേടുക. അപ്പുറത്ത് ISS ഈ നാട് മുഴുവൻ കലാപം ഉണ്ടാക്കിയവരാണ്. ബാംഗ്ലൂരിൽ സ്ഫോടനം, കോയമ്പത്തൂരിൽ സ്ഫോടനം, നൂറുകണക്കിന് ആൾക്കാരെ കൊന്ന് അതിന്റെ പേരിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള കളങ്കപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയാണ് PDP. ആ PDP-യുടെ പിന്തുണ LDF നേടും. ഗോവിന്ദൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ അത്ര ഭീകരവാദം PDP-ക്കില്ലെന്നാണ്. ഭീകരവാദത്തിന് ഒരു മാർക്കിടുക. ഈ രണ്ടു കൂട്ടരും ചെയ്യുന്നത് നാടിനെ നശിപ്പിക്കുന്ന സംഘടനകളുമായിട്ട് ചേർന്ന് വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് അവർ രാജ്യ താല്പര്യം, നാടിന്റെ താല്പര്യം പരിഹരിക്കുകയാണ്. PDP പീഡിതരാണെന്നാണ് ഗോവിന്ദ മാസ്റ്റർ പറയുന്നത്. അതെ, അതാ ഞാൻ പറഞ്ഞത്. കോയമ്പത്തൂരിൽ നൂറുകണക്കിന് ആളുകളെ കൊന്നവരാണ് പീഡിതർ. ബംഗളൂരുവിൽ ആളുകളെ കൊന്നവരും പീഡിതരാണ്. അപ്പൊ ഇവരുടെ എല്ലാം ഉള്ളിന്റെ ഉള്ളിൽ വർഗീയത, ഇത്രയും ഭീകരമായി പ്രവർത്തിക്കുന്ന സംഘടനകളെ പിന്തുണ തേടുന്നതിന് യാതൊരു മടിയുമില്ല എന്നുള്ളതിന്റെ തെളിവാണ്. UDF പറയുന്നത് ഇടതുപക്ഷ സർക്കാരിനെതിരെ ആര് വോട്ട് ചെയ്താലും ആര് തിന്നാലും സ്വീകരിക്കും, ശത്രുവിന്റെ ശത്രു മിത്രം എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്. അല്ല, അതൊരു കാര്യം എന്താ അറിയോ, ഈ നാടിനെ നശിപ്പിക്കുന്ന മതഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ പിന്തുണ തേടുന്നത് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഈ തിരഞ്ഞെടുപ്പ് ഇന്ന് കഴിയും, 19-ാം തീയതി തിരഞ്ഞെടുപ്പ് കഴിയും. അത് കഴിഞ്ഞാലും നമ്മുടെ നാട് നിലനിൽക്കണം, ഇവിടെ സമാധാനം ഉണ്ടാവണം. അപ്പൊ സമാധാനത്തിനെതിരെയുള്ള കക്ഷികളെയാണ് അവർ കൂടെ കൂട്ടുന്നത്. അതേപോലെ തന്നെ ഹിന്ദു മഹാസഭ, അതേപോലെ ചില സംഘടനകളൊക്കെ ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. BJP-ക്ക് എതിരെയാണെന്നൊക്കെ പറയും. എന്ത് നാണം കെട്ട പരിപാടിയാണ്. ഇവർ പറയുന്നത് ഹിന്ദു മഹാസഭ ആണ് ഗാന്ധിജിയെ കൊന്നാണെന്നാണ്. ആ ഗാന്ധിജിയെ കൊന്ന പാർട്ടിയെ അവർ പിന്തുണ നേടുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഏത് വില കുറഞ്ഞ സമീപനം എടുക്കുന്നു എന്നുള്ളതാണ് ഇതിന് കാണിക്കുന്നത്. ഇമോൽ ഭദ്രാനന്ദ പോലത്തെ ചിലരും BJP-ക്കെതിരെ പരസ്യമായ അത്രയൊക്കെ ആൾക്കാരൊക്കെ അവരെ പിന്തുണയ്ക്കുന്നത് വളരെ നല്ല കാര്യമാണ് BJP-യെ സംബന്ധിച്ച്. എങ്ങനെയാണ് BJP-യുടെ പ്രതീക്ഷ? BJP നല്ല നിലയിൽ പ്രചാരണത്തിലാണ്. കാരണം ഞങ്ങളുടെ ട്രഡീഷണൽ വോട്ട് ബാങ്കിനോടൊപ്പം പുതിയ വോട്ടുകളെ ആകർഷിക്കാനുള്ള ആവശ്യമായിട്ടുള്ള നല്ല പ്രചാരണമാണ്. മലയോര മേഖലയിലെ ക്രൈസ്തവ വോട്ടുകൾ കൂടുതലായിട്ട് അനുകൂലമാണെന്ന് കരുതുന്നു. അല്ല, മലയോര ജനതയുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടുതരിക്കുന്നത് മോദി സർക്കാരാണ്. ഇവരിവിടെ ഒന്നും നടപ്പാക്കാത്തത് കൊണ്ട് ആ കാര്യങ്ങൾ വോട്ടർമാർക്ക് നന്നായിട്ട് അറിയാം. അതിന്റെ പ്രതിഫലനം ഉണ്ടാവും തിരഞ്ഞെടുപ്പ്. നിലപാടുകൾ വ്യക്തമാക്കുകയായിരുന്നു ശ്രീ കെ സുരേന്ദ്രൻ. വിനോദ് കുമാറിനൊപ്പം CBN ന്യൂസ് 18.